വിവരങ്ങളുമായി. കേരള സർവകലാശാല കലോത്സവം നിർത്തിവെക്കാൻ വിസിയുടെ നിർദ്ദേശം. ഇനി മത്സരങ്ങളോ ഫലപ്രഖ്യാപനമോ ഉണ്ടാകില്ല. കലോത്സവത്തിനെതിരെ കൂട്ടപ്പരാതി ഉയർന്നതിന് പിന്നാലെയാണ് തീരുമാനം. കലോത്സവത്തിന്റെ പ്രധാന വേദിയിൽ വീണ്ടും വിദ്യാർത്ഥികൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. തിരുവാതിരക്കളി ഫലം പ്രഖ്യാപിക്കുക, മാർഗംകളി വീണ്ടും നടത്താനുള്ള തീരുമാനം പിൻവലിക്കുക തുടങ്ങിയവയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. ആദിൽ പാലോട് നൽകും വിവരങ്ങൾ. ആദിൽ, വലിയ സംഘർഷം നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇതുകൂടാതെ നിരവധി പരാതികൾ കലോത്സവത്തിൽ ഉയരുകയും ചെയ്തു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കലോത്സവം നിർത്തിവെക്കാനുള്ള തീരുമാനമെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? വളരെ പ്രധാനം അത് തന്നെയാണ്. വി സിയുടെ നിർദ്ദേശം വന്നിരിക്കുകയാണ്. കലോത്സവം നിർത്തിവെക്കാനുള്ള നിർദ്ദേശമാണ് വി സി നൽകിയിരിക്കുന്നത്. വലിയ തോതിലുള്ള പരാതികൾ, കൈക്കൂലി, വിധികർത്താക്കൾ കൈക്കൂലി വാങ്ങിയെന്നതടക്കമുള്ള പരാതികൾ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് വി സി ഇനി മത്സരങ്ങൾ നടത്തേണ്ടതില്ല, ഫലപ്രഖ്യാപനവും പാടില്ല എന്ന നിർദ്ദേശം യൂണിവേഴ്സിറ്റി യൂണിയന് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഇനിയും മത്സരങ്ങൾ നടക്കാനുണ്ട്. ഈ മത്സരങ്ങളൊക്കെ നിർത്തിവെച്ചിരിക്കുന്നു. നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത്, ഈ കാണുന്ന ദൃശ്യങ്ങളൊക്കെ വരുന്നത് യുവജനോത്സവത്തിൻ്റെ, കലോത്സവത്തിൻ്റെ വേദിയിലാണ്. പ്രധാന വേദിയായ സെനറ്റ് ഹാളിൽ മത്സരങ്ങൾ നടക്കുന്ന ഭാഗത്താണ്. ഇവിടെ കുട്ടികൾ തന്നെ, വിദ്യാർത്ഥികൾ തന്നെ, പല കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരമിരിക്കുകയാണ്. നമുക്ക് ചില പ്രതികരണങ്ങൾ കൂടി തേടാം എന്ന് തോന്നുന്നു. എന്താണ് ഈ പ്രതിഷേധത്തിൻ്റെ ഒക്കെ കാരണം? അപ്പീൽ പരിഗണിക്കുന്നില്ല, പറഞ്ഞല്ലോ. അപ്പീൽ പരിഗണിക്കുക മത്സരങ്ങൾ അത് അവർ പറഞ്ഞിട്ടുണ്ട്. ഒപ്പന മോണാക്ട് അടക്കമുള്ള ഇവന്റുകളിൽ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. നങ്ങ്യാർകൂത്ത് അടക്കമുള്ള ഇവന്റുകളിൽ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അപ്പീലുകൾ പരിഗണിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അപ്പീൽ പരിഗണിക്കാൻ തന്നെ ഇവർക്ക് പറ്റില്ല. കാരണം ഇവിടെ വീഡിയോ എടുത്തിട്ടില്ല. വീഡിയോ എടുക്കാനുള്ള സൗകര്യം കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു മത്സരവേദികളിൽ ഉണ്ടായിട്ടില്ല. അത് നമ്മളെടുത്ത വീഡിയോ ആണെങ്കിൽ പരിഗണിക്കാനും ഈ അപ്പീൽ കമ്മിറ്റി തയ്യാറുമല്ല. ആ സ്ഥിതിയിൽ അപ്പീൽ എങ്ങനെയാണ് പരിഗണിക്കാമെന്ന് പോലും വ്യക്തമല്ല. എന്നിട്ട് ആ അപ്പീലുകൾ പരിഗണിക്കുകയും ചെയ്തില്ല. അതിൻ്റെ മറുപടി ചോദിച്ചപ്പോൾ DSS ഏതോ ഒരു ഊടുവഴി കൂടെ മുങ്ങി വിടുക ചെയ്തത്. ഇവിടെ ആ DSSനെയും കാണാനില്ല. കൂടാതെ വേറെന്തൊക്കെ മാർഗംകളി ഒന്നുകൂടി നടത്താൻ, തിരുവാതിരക്കളി ഒന്നുകൂടി നടത്തുമെന്നാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത്. അതിനിപ്പോൾ എങ്ങനെ നടത്തുമോ, എന്ത് നടത്തുമെന്ന് അറിയില്ല. അത് മാർഗംകളി നടത്തുക എന്ന് പറയുന്നത് തന്നെ അപ്പീൽ വീഡിയോ ഉണ്ടായിരുന്നെങ്കിൽ അപ്പീൽ വെച്ച് വീഡിയോ പരിഗണിക്കേണ്ടതേ ഉള്ളൂ. അതല്ല. ഇത് വീണ്ടും നടത്തുക എന്ന് പറയുമ്പോൾ കുട്ടികൾ എത്രത്തോളം വീണ്ടും ഭാരം വരികയാണ്. ഓരോ കോളേജുകൾ എത്ര ലക്ഷം രൂപ ചിലവാക്കിയിട്ട് നടത്തുന്നത്. കുട്ടികളെ പൊട്ടനാക്കുന്ന രീതിയിൽ പിന്നെയും നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ഈ DSS വളരെ അപക്വമായ രീതിയിൽ ഇതിനെ കാണുകയാണ്. ഇവിടെ വന്ന് വെറുതെ കൃത്യമായ മറുപടി പറയാതെ വരുന്ന, അവർ തോന്നിയത് എന്തൊക്കെയോ പറഞ്ഞ് അങ്ങനെ ഏതോ വഴിക്ക് ഇറങ്ങി പോവുക ചെയ്തത് DSS. ഇതുപോലെ തന്നെയാണ് പല ആരോപണങ്ങളാണ്. ഈ അപ്പീൽ, പ്രധാനപ്പെട്ട അപ്പീലുകൾ, മത്സരങ്ങളുടെ അപ്പീൽ പരിഗണിക്കണം എന്ന ആവശ്യമാണ് പ്രധാനം. മറ്റൊന്ന് മാർഗംകളി മത്സരം വിധികർത്താക്കൾ കോഴ വാങ്ങി എന്ന ആരോപണത്തെ തുടർന്ന് അത് മരവിപ്പിച്ചിരുന്നു. മത്സരം തന്നെ മരവിപ്പിച്ച് വേറെ മത്സരം വീണ്ടും നടത്തുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ആ മത്സരം ഇനി നടത്തുകയില്ല, സ്വാഭാവികമായും വി സി പറഞ്ഞുകൊണ്ട്. അങ്ങനെ മത്സരം നടത്തരുത്. എന്റെ കുഞ്ഞുങ്ങൾ ഉറങ്ങിയിട്ടില്ല. അവർ 9 പേര്, 9 അല്ല, ഈ കലോത്സവത്തിനുള്ള 13 ബാച്ചും കണ്ടുണ്ട്. അവര് മൊത്തത്തിൽ എന്തോക്കെ പരിപാടികൾ, എന്തോക്കെ അവർ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് വയ്യ. ഞങ്ങൾ കൊല്ലക്കാരാ. അവിടെ ഇപ്പം 2 കലോത്സവം നടന്നു. ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇവിടെ മാത്രം എന്താ ഇങ്ങനെ? ഇത് തിരുവനന്തപുരമാണോ? നിങ്ങൾ തലസ്ഥാനമാണോ? ഇത് എന്തുവാണിത്? ഒന്നും അറിയാൻ വയ്യ. ഞാൻ ഒരു കുട്ടിയുടെ പേരൻ്റ്. ഞങ്ങളടുത്ത് ഇന്നലെ 6 മണിക്ക് ഞങ്ങൾക്ക് പരിപാടി എന്ന് പറഞ്ഞതാ. ഞങ്ങൾ ഇവിടെ വന്നു. 6 മണിക്ക് പരിപാടിയാന്ന് പറഞ്ഞപ്പോൾ ഗ്രൂപ്പ് ഡാൻസ് 6 മണിക്ക് പരിപാടിയാന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞുങ്ങളെല്ലാം ഒരുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മണിയായപ്പോൾ, രാത്രി 1 മണിയായപ്പോൾ വിളിച്ചു പറയാ ഈ പരിപാടി മാറ്റി വെച്ച് നാളെ 9 മണിക്ക്. സാറ് പറ, കുട്ടികൾ ഇത്രയും ഒരുങ്ങി, അവർ ലെൻസ് വെച്ച് കണ്ണില്ലേ, അവർ മേക്കപ്പ് ഇട്ട്, അവർ കുട്ടികളല്ലേ, അവർ മനുഷ്യരല്ലേ. ഞങ്ങൾ രാവിലെ വന്നതാ. ഇന്നലെ രാവിലെ ഉടുത്തിരിക്കുന്ന വസ്ത്രം മോടി ഞങ്ങൾ മാറിയിട്ടില്ല. ഇന്നലെ രാവിലെ വന്നതാ ഞങ്ങള്. ഞാൻ സ്വാധീന കോളേജിലാണ് എൻ്റെ മോള് പഠിക്കുന്നത്. ഞാൻ കൊല്ലത്താണുള്ളത്. നടന്നില്ല. എന്നിട്ട് ഇന്ന് 9 മണിക്കാന്ന് പറഞ്ഞു. 9 മണിക്കാന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഇന്നലെ ഒരു പൊടി ഉറങ്ങിയില്ല. 1 മണിക്ക് ഡ്രസ്സ് അഴിച്ചിട്ടിട്ട് അവർ മേക്കപ്പ് മാറണ്ടെന്ന് അവർ പറഞ്ഞ് തലയിൽ കെട്ട് മാത്രം അഴിച്ചു കൊടുത്ത് വെളുപ്പാൻ രാവിലെ 4 മണിക്ക് ഒരുങ്ങാൻ കയറി വന്നപ്പോൾ പറയാ ഇവിടെ പരിപാടി എന്തോ പ്രശ്നമായി കിടക്കുന്നെന്ന്. ആ കുഞ്ഞുങ്ങൾ, എൻ്റെ പൊന്നെ, ഞങ്ങളൊരു കാര്യം പറയാം, ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തന്നാൽ മതി. എന്റെ മോളുണ്ട്, അതുകൊണ്ടാണ്. എന്റെ മോക്ക് പ്രൈസും കൊടുത്തിട്ടില്ല. സെക്കൻഡാണ് കൊടുത്തത്. അവള് 3 വയസ്സ് തൊട്ട് അവള് കലോത്സവ വേദി കയറി ഇറങ്ങിയ. പിന്നെ ഞങ്ങൾക്ക് ചെലവുണ്ടെന്നാ. ഞങ്ങൾക്ക് 2 ലക്ഷം രൂപ, 10 ലക്ഷം രൂപയുടെ ചെലവുണ്ട് ഞങ്ങൾക്ക്. അറിയാം, ഞങ്ങൾക്ക് വയ്യ മോളെ. ശരി, ഞങ്ങളെ പറഞ്ഞു വിട്. ഞങ്ങൾക്ക് ഇപ്പം കണക്കണ്ടുള്ള ഗ്രൂപ്പാണ്. ഞങ്ങൾക്ക്, എന്റെ കുഞ്ഞുങ്ങൾക്ക് വയ്യ. അവര് കണ്ണ് ഉറക്കം വരുന്നത്. ശരി, ഓക്കെ. ഇപ്പോൾ ഒരു രക്ഷകർത്താവാണ്.
സമ്മതിക്കത്തില്ല. ടിവിയിലൊന്നും കാണിക്കണ്ട, ടിവി കാര്യം പറ. ദിവസം കൊണ്ട് നമ്മളിരുന്ന ഇവരിങ്ങനെ പറയും. നമ്മളാണെങ്കിലും 12:30 ഇടേണ്ട സാധനമാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഇരുന്നു, മനസ്സിലായോ? നമ്മൾ എത്ര നേരം കൊണ്ടിരുന്നെങ്കിൽ അപ്പൊ നമ്മൾ എത്ര നേരം കൊണ്ടിരുന്നു? നമ്മൾ എപ്പോഴാണ് കളിച്ചത്? നമുക്ക് വിഷമമില്ലേ? ഒപ്പന മത്സരത്തിൽ അപ്പീൽ നമുക്ക് അപ്പീൽ കമ്മിറ്റി റിപ്ലൈ തന്നാൽ നമ്മൾ ഇപ്പൊ ഇവിടെ ഇറങ്ങും. അവരത് പറയാൻ പറ. ബാക്കിയുള്ളവർ ബുദ്ധിമുട്ടിക്കണമെന്ന് ഒരു ഇതും ഇല്ല. അപ്പീൽ കമ്മിറ്റി അതിന് നല്ലൊരു ഉത്തരം തന്നാൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിപ്പോവും, മനസ്സിലായോ? അപ്പീൽ കമ്മിറ്റി കൃത്യമായ എല്ലാവർക്കും നല്ല പോലെയുള്ള ഒരു കൃത്യമായ ഒരു മറുപടി തന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങും. അല്ലാതെ നമുക്ക് ഈ ഇല്ല. അതിൽ അത്തരത്തിൽ മനസ്സിലാക്കുന്നത് വിവിധ തരത്തിലുള്ള പരാതികളാണ്. ചിലർക്ക് മത്സരം വൈകിയതാണ് പ്രശ്നം, ചിലർക്ക് അപ്പീലിൽ ഒരു തീരുമാനമാകുന്നില്ല. അങ്ങനെ പലർക്കും പല പ്രശ്നങ്ങൾ, അതായത് കൂട്ടപ്പരാതികൾ എന്ന് തന്നെ അർത്ഥമല്ലേ?